ഗുഡ് മോർണിംഗ്. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഐ ഡിയിലുള്ള അപെക്സ് ടോക്കനെ അദ്ദേഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അപെക്സ് ഐ ഡിയിലേക്ക് അപെക്സ് ടോക്കണ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി നമ്മൾ ഇതേപോലെ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ ഒരു ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഞാൻ എൻ്റെ ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എൻ്റെ ആ ഐ ഡി നമ്പർ എൻ്റെ പേരൊക്കെ ഇവിടെ കാണാം. ഓക്കെ, ഇനി താഴോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും കറൻറ്റ് അപെക്സ് ബാലൻസ്. കറൻറ്റ് അപെക്സ് ബാലൻസ് ഇവിടെ 13.53 അപെക്സ് ടോക്കൺ ഉണ്ട്. USDT അല്ല, അപെക്സ് ടോക്കൺ കേട്ടോ. USDTയും അപെക്സ് ടോക്കണും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് വേണം? എൻ്റെ ഈ ഐ ഡിയിലുള്ള 13.53 അപെക്സ് ടോക്കണിൽ നിന്ന് എൻ്റെ മറ്റൊരു ഐ ഡിയിലേക്ക് എനിക്ക് ഒരു 2 അല്ലെങ്കിൽ 3 അപെക്സ് ടോക്കൺ മാറ്റണം. എൻ്റെ ഒരു ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഐ ഡിയിലേക്ക് അപെക്സ് ടോക്കൺ മാറ്റണം. ഞാനിവിടെ ചെയ്യുന്ന എൻ്റെ ഐ ഡിയിൽ നിന്ന് എൻ്റെ മറ്റൊരു ഐ ഡിയിലേക്ക് അപെക്സ് ടോക്കൺ മാറ്റുക. അപ്പോൾ ഒരാൾക്ക് തൻ്റെ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ അപെക്സ് ഐ ഡിയിലുള്ള ഒരു വ്യക്തിൻ്റെ ഐ ഡിയിലേക്കോ അപെക്സ് ടോക്കൺ മാറ്റാൻ വേണ്ടി ഒരു ചാർജും വരുന്നില്ല. അപെക്സ് ടോക്കൺ മാറ്റാനാണ് ചാർജ് വരാത്തത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നിന്ന് ഞാൻ ഒരു 2 അപെക്സ് ടോക്കനെ ഞാൻ എൻ്റെ മറ്റൊരു ഐ ഡിയിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 13.53 ഉണ്ട്, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യണത്? അതിന് വേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ഏറ്റവും മുകളിൽ 3 ലൈനുണ്ട്. ആ 3 ലൈനിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്ന് കാണാം. INTERNAL ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്നിലോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ബാലൻസ് ട്രാൻസ്ഫർ ചാർജ് 0 ഉണ്ടല്ലോ. അപ്പം ഒരു അപെക്സ് ഐ ഡിയിൽ നിന്നും മറ്റൊരു അപെക്സ് ഐ ഡിയിലേക്ക് അപെക്സ് ടോക്കനെ മാറ്റാൻ വേണ്ടി ഒരു ചാർജും ഈടാക്കുന്നില്ല. ഓക്കെ, ആ മെസ്സേജിൻ്റെ നേരെ താഴെ കണ്ട സെലക്ട് വാലറ്റ്, ആ സെലക്ട് വാലറ്റ് എന്നുള്ളതിൻ്റെ താഴെ കാണാൻ പറ്റും മെയിൻ ബാലൻസ്. ഈ മെയിൻ ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ക്ലിക്ക് ചെയ്തു. ഈ മെയിൻ ബാലൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നും മെയിൻ ബാലൻസ് എന്ന് വന്നു, അപെക്സ് ബാലൻസ് ഒന്നും വന്നു. അപ്പോൾ ഞാനിപ്പം എൻ്റെ അപെക്സ് ബാലൻസ് എന്നാണ് മാറ്റുന്നത്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ അപെക്സ് ബാലൻസ് എന്ന് കണ്ടു അല്ലേ. ആദ്യം അവിടെ ഉണ്ടായിരുന്ന മെയിൻ ബാലൻസ് എന്നായിരുന്നു. ഇപ്പോൾ അവിടെ എന്ത് വന്നു? അപെക്സ് ബാലൻസ് എന്ന് വന്നു. ഓക്കെ, അപെക്സ് ബാലൻസ് എന്ന് വന്നു. ഇനി അതിൻ്റെ താഴെ കാണാൻ പറ്റും യൂസർ നെയിം ഓർ ഇമെയിൽ ഉണ്ടോ, ടു സെൻഡ് എമൗണ്ട്. ഈ അപെക്സ് ടോക്കൺ ഞാൻ അയക്കുന്ന ഐ ഡി നമ്പർ ഇവിടെ എഴുതാനാണ് പറയുന്നത്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഐ ഡിയിൽ നിന്നും വേറെ ഐ ഡിയിലേക്കാണ് ഇതിവിടെ മാറ്റുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ അപെക്സിൻ്റെ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഏതിലേക്കാണോ മാറ്റുന്നത് ആ മാറ്റുന്ന അപെക്സ് ഇടാ അവിടെ മാറ്റും. ഞാൻ APX 11.32 33.57 ഉണ്ടോ. അപ്പോൾ ആ അപെക്സ് ഐ ഡി അടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ താഴെ പേര് കാണിച്ചു. ഈ ഐ ഡി നമ്പർ ശരിയല്ല എങ്കിൽ ഈ പേര് ഇവിടെ കാണിക്കൂല. യൂസർ ഫൗണ്ട് എന്ന് കണ്ടില്ലേ,
അവിടെ അതിൻ്റെ പേര് കാണിച്ചു. ഈ മുകളിലത്തെ അടിച്ച ഐ ഡി കറക്റ്റ് അല്ലെങ്കിൽ അവിടെ കാണിക്കൂല. ഓക്കെ, ഇനി താഴെ കാണും ട്രാൻസ്ഫർ എമൗണ്ട്, എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ 2 അപ്പെക്സ് ടോക്കൺ, അപ്പോൾ 2 അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി താഴത്ത് കാണാം എൻ്റർ OTP കേട്ടോ. അവിടെ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടില്ലേ സെൻഡ് OTP എന്ന്. ഈ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം എന്തായിട്ടുണ്ട്? എൻ്റെ മെയിൻ ഐ ഡിയിൽ, എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക്, എൻ്റെ ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അതോടെ അടിച്ചു കൊടുക്കണം ഇനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മെയിലിലേക്ക് പോവുകയാണ്. എൻ്റെ ഇമെയിൽ ഓപ്പൺ ആക്കുന്നത്. എൻ്റെ മെയിൽ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് ആ മെസ്സേജിൽ വന്ന് OTP അടിച്ചു കൊടുക്കണം ഇനി. കേട്ടോ, എൻ്റെ ഇതിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. 849.70 ഇതാണ് ആ OTP. 849.70 ഇവിടെ അടിച്ചു കൊടുക്കുക. 849.70 കേട്ടോ, അടിച്ചു കൊടുത്തു. ഇനി എൻ്റെ താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ബാലൻസ് എന്ന് കാണാൻ പറ്റും കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ നോക്കണേ, ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് ഏറ്റവും ടോപ്പ് എഴുതി കണ്ടു കേട്ടോ. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം എന്തായി? എൻ്റെ ഒരു ഐ ഡിയിൽ നിന്നും മറ്റൊരു ഐ ഡിയിലേക്ക് 2 അപ്പെക്സ് ടോക്കൺ പോയിട്ടുണ്ട്. ഇനി പോയിട്ടുണ്ടോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാം. കേട്ടോ. ഉണ്ടോ? ഞാൻ വീണ്ടും ഐ ഡിയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ 13.53 ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം കണ്ടോ, ഇപ്പം അത് 11 ആയി. ഈ 2 അപ്പെക്സ് ടോക്കൺ എന്ത് ചെയ്തു? എൻ്റെ മറ്റേ ഐ ഡിയിലേക്ക് പോയി, ട്രാൻസ്ഫറായി. ഇങ്ങനെയാണ് ഓരോ ഐ ഡിയിൽ നിന്നും മറ്റേ ഐ ഡിയിലേക്ക് അപ്പെക്സ് ടോക്കനെ ട്രാൻസ്ഫർ ചെയ്യുക. അതിന് വേണ്ടി നമുക്ക് ഒന്നും ചിലവില്ല. ഇനി നമുക്ക് ആ ഐ ഡിയിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് ലോഗൗട്ടായി. ഇനി ആ ഐ ഡിയിൽ പോയി നോക്കണം. അതിക്ക് എത്തിയിട്ട് നോക്കണ്ടേ? ആ ഐ ഡി ഓപ്പൺ ചെയ്യുക. ഞാൻ ഐ ഡി ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം 1.34 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 കൂടി അതിലേക്ക് വന്നു. അപ്പോൾ കണ്ടോ 3.34. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ മെയിൻ ഐ ഡിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ അയാളെ മെയിൻ ഐ ഡിയിൽ അപ്പെക്സ് ടോക്കൺ ഉണ്ടെങ്കിൽ അയാളെ രണ്ടാമത്തെ ഐ ഡിയിലെയും മൂന്നാമത്തെ ഐ ഡിയിലൊക്കെ വരുമാനത്തെ അയാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പെക്സ് ടോക്കൺ വേണം. അപ്പോൾ അതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഐ ഡിയിൽ, മെയിൻ ഐ ഡിയിൽ അപ്പെക്സ് ടോക്കൺ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഐ ഡിക്കും മൂന്നാമത്തെ ഐ ഡിക്കൊക്കെ മാറ്റാൻ കഴിയും. ഇങ്ങനെയാണ് അത് മാറ്റുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു ഐ ഡിയിലത്തെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് മറ്റ് ഐ ഡിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അതുപോലെ നമുക്ക് ബാങ്കിലേക്ക് നമ്മുടെ എമൗണ്ട്, നമ്മളെ ഇൻകത്തെ, നമുക്ക് വന്ന വരുമാനത്തെ മാറ്റാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പെക്സ് ടോക്കനെ ഒരു ഐ ഡിയിൽ നിന്നും മറ്റു ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഇൻറ്റേർണൽ ട്രാൻസ്ഫറിന് വേണ്ടി നമുക്ക് ഒരു ചിലവും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി.